സംസ്ഥാന സഹകരണ ഹൗസിംഗ് ഫെഡറേഷന്റെ ഫണ്ട് LICയിൽ നിക്ഷേപിച്ചതിനെ തുടർന്ന് സ്ഥാപനത്തിന് 9,76 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട്. ഈ തുക അന്നത്തെ മാനേജിംഗ് ഡയറക്ടറിൽ നിന്നും 5 ഡയറക്ടർമാരിൽ നിന്നും ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സഹകരണ വകുപ്പിലെ അഡീഷണൽ രജിസ്ട്രാറാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സഹകരണ സ്ഥാപനമായ ഹൗസിംഗ് ഫെഡറേഷന്റെ ഫണ്ടിൽ നിന്ന് 3 വർഷത്തിനിടെ 20 കോടി രൂപ LIC പോളിസിയിൽ നിക്ഷേപിച്ചതാണ് വിവാദമായത്. LICയുടെ സുൽത്താൻ ബത്തേരി, തൊടുപുഴ, എറണാകുളം ശാഖകളിലാണ് പണം നിക്ഷേപിച്ചത്. ഇത് സംബന്ധിച്ച് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവിൻ പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണിത്. ഈ നിക്ഷേപ ഇടപാടിലൂടെ ഫെഡറേഷന് 9,76 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇടപാട് നടന്ന സമയത്തെ MD PC ബാബു, ഡയറക്ടർമാരായിരുന്ന OP മൊയ്തീൻ, O ദേവസി, N പത്മനാഭൻ നായർ, KK ഗോപിനാഥൻ, ഫാദർ CI ജോബ്, അഡ്വക്കേറ്റ് ജോണി PJ എന്നിവർക്കാണ് നഷ്ടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇവർ ഓരോരുത്തരിൽ നിന്നും 1,39 ലക്ഷം രൂപ വീതം ഈടാക്കാനാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. LIC പോളിസി എടുത്ത വകയിൽ ലഭിച്ച കമ്മീഷൻ തുക ആരെല്ലാം വീതിച്ചെടുത്തു എന്നതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ആരോപണ വിധേയരായ ഡയറക്ടർമാർ മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളാണ്. ഇതിൽ KK ഗോപിനാഥൻ വയനാട് DCC ട്രഷററും നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ബത്തേരി കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റുമാണ്. കമൽ, റിപ്പോർട്ടർ, വയനാട്.